കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കേരളത്തെ ഒന്നടങ്കം പിടിച്ചു കുലുക്കിയ PSC ക്രമക്കേട് കേസിൽ ഇപ്പോൾ അതീവ സങ്കീർണമായ ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. ഉദ്യോഗാർത്ഥികൾക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും കടുത്ത അമർഷം ഉയർന്ന പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ മന്ത്രിസഭാ യോഗം ഈ വിഷയം പരിഗണിക്കുകയും അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടാൻ തീരുമാനിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഈ വൻ വിവാദത്തിൽ പെട്ടെന്ന് ചാടിക്കയറി FIR രജിസ്റ്റർ ചെയ്യേണ്ടതില്ല എന്ന കടുത്ത നിലപാടിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഉന്നതതല സംഘം. തിടുക്കപ്പെട്ട് കേസെടുത്ത് കൈപ്പൊള്ളുന്നതിനേക്കാൾ പഴുതടച്ചുള്ള ഒരു പ്രാഥമിക അന്വേഷണത്തിന് ശേഷം മാത്രം മതി അന്തിമ തീരുമാനമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പുതിയ തന്ത്രം. എന്നാൽ അന്വേഷണം ഔദ്യോഗികമായി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആഭ്യന്തര ഫയലുകളെ ചൊല്ലി അണിയറയിൽ വൻ നിയമ പോരാട്ടത്തിനുള്ള വെടിമരുന്നും നിറയുന്നുണ്ട്. കേസിന്റെ ആദ്യപടിയായി ക്രമക്കേടുമായി ബന്ധപ്പെട്ട നിർണായകമായ ഫയലുകളും പരീക്ഷാ രേഖകളും വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഉടൻ തന്നെ PSCക്ക് ഔദ്യോഗികമായ കത്ത് നൽകാൻ പോവുകയാണ്. എന്നാൽ ഇവിടെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി രൂപപ്പെടുന്നത്. PSC ചെയർമാനോ ഭരണസമിതിയോ ഈ ആഭ്യന്തര രേഖകൾ അത്ര പെട്ടെന്ന് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ തുറക്കാൻ സാധ്യതയില്ല എന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം PSC എന്നത് സാധാരണ ഒരു സർക്കാർ വകുപ്പല്ല, അതൊരു ഭരണഘടനാപരമായ പ്രത്യേക പദവിയുള്ള സ്വതന്ത്ര സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ കോടതിയുടെ കൃത്യമായ ഉത്തരവോ അനുമതിയോ ഇല്ലാതെ തങ്ങളുടെ ആഭ്യന്തര അന്വേഷണ ഫയലുകൾ ഒരു പോലീസ് ഏജൻസിക്കും വിട്ടുനൽകാൻ അവർ തയ്യാറായേക്കില്ല. ഇവിടെയാണ് ക്രൈംബ്രാഞ്ച് വലിയൊരു കടമ്പ നേരിടുന്നത്. കാരണം ഈ നിർണായക രേഖകളും തെളിവുകളും ലഭിക്കാതെ ക്രൈംബ്രാഞ്ചിന് തങ്ങളുടെ പ്രാഥമിക അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനോ പൂർത്തിയാക്കാനോ സാധിക്കില്ല. അങ്ങനെ PSC ഫയലുകൾ തരാൻ മടിച്ചാൽ മജിസ്ട്രേറ്റ് കോടതി വഴിയോ ഹൈക്കോടതി വഴിയോ പ്രത്യേക സെർച്ച് വാറന്റോ ഉത്തരവോ സമ്പാദിച്ച ശേഷം മാത്രമേ ഫയലുകൾ പിടിച്ചെടുക്കാനുള്ള രീതിയിലേക്ക് ക്രൈംബ്രാഞ്ചിന് നീങ്ങാൻ പറ്റുകയുള്ളൂ. ഇത് അന്വേഷണ സംഘവും PSC ഭരണസമിതിയും തമ്മിൽ കോടതിയിൽ വലിയൊരു നിയമയുദ്ധത്തിന് വഴിവെക്കും. IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് നിലവിൽ ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നത്. ഒരു SPയും DYSPയും ഉൾപ്പെടുന്ന ഉന്നതതല സംഘമാണ് ഇതിനായി രംഗത്തിറങ്ങിയിട്ടുള്ളതും. യഥാർത്ഥത്തിൽ തുടക്കത്തിൽ ഈ വിഷയം വിജിലൻസ് അന്വേഷിക്കണമെന്ന ആവശ്യമായിരുന്നു ശക്തം. എന്നാൽ അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷണം നടത്തുന്നതിന് മുൻകൂർ അനുമതി വാങ്ങണമെന്ന് നിയമവകുപ്പ് ഉപദേശം നൽകിയതോടെ വിജിലൻസ് അന്വേഷണത്തിന് സാങ്കേതിക തടസ്സങ്ങളും നേരിട്ടു. എന്നാൽ തൊട്ടു പിന്നാലെ പരീക്ഷാ നടത്തിപ്പിലെയും നിയമനങ്ങളിലെയും ക്രമക്കേടുകൾ അന്വേഷിക്കാൻ ഇത്തരം മുൻകൂർ അനുമതിയുടെ ആവശ്യമില്ല എന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ശക്തമായ നിയമോപദേശവും നൽകുന്നുണ്ട്. ഈ അനുകൂല നിലപാടിന്റെ തണലിലാണ് സർക്കാർ പെട്ടെന്ന് കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ട് താൽക്കാലികമായി മുഖം രക്ഷിച്ചത്.